ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഒരു ശിക്ഷാവധിയും ഇല്ല എന്നുള്ളൊരു വിഷയം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നോ കണ്ടംനേഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 6-ഉം 7-ഉം നമ്മൾ പഠിക്കുകയുണ്ടായി. 6-ാം അധ്യായം 7-ാം അധ്യായം. ഇന്ന് നമ്മൾ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ഈ ഒരു ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു ടൈം എലിമെൻ്റ് ഉണ്ട്. സമയത്തിൻ്റെ ഒരു ഘടകം ഇതിനകത്ത് ഉണ്ട്. അതായത് ദ ഡിസ്പെൻസേഷൻ ചേഞ്ച്. ഒരു യുഗത്തിൽ ഒരു ഒരു അന്തരം വരുന്നുണ്ട്. ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് ആണ് അത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാം. രണ്ടാമത്തെ കാര്യം, ദർ ഈസ് നൗ നോ കണ്ടംനേഷൻ ടു ദം വിച്ച് ആർ ഇൻ ക്രൈസ്റ്റ്. ഇപ്പോൾ ക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നോ കണ്ടംനേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. മൂന്നാമത്തത് therefore, അതുകൊണ്ട്. ഈ അതുകൊണ്ട് എന്ന തിരുവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കണം എന്തുകൊണ്ട്. അത് നമ്മൾക്ക് പഠിക്കാം. നാലാമത്തെ കാര്യം, ഐഡൻറ്റിഫൈങ് ദ ഫ്ലഷ് ഓർ ദ കാർണൽ മൈൻഡ് ആൻഡ് ദ സ്പിരിറ്റ്. നമ്മൾ ഈ ജഡത്തെയും ആത്മാവിനെയും നമ്മൾ തിരിച്ചറിയണം, ശരിക്ക് തിരിച്ചറിയണം. ഈ ഭാഗത്തിൽ ജഡപ്രകാരം നടക്കുന്നതും ആത്മാവ് പ്രകാരം നടക്കുന്നത്, അതിൻ്റെ വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ ശരിക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഒരു ഭാഗങ്ങളിൽ ആത്മാവ് പ്രകാരം നടക്കുന്നവരുടെ സ്വഭാവങ്ങളും സവിശേഷതകളും അതുപോലെ തന്നെ ജഡപ്രകാരം ഉള്ളവരുടെ സവിശേഷതകളും എഴുതിയിട്ടുണ്ട്. നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗം, ദ ടൈം എലിമെന്റ് നൗ, ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ എന്നുള്ള ഭാഗം അത് മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ടൈം എലിമെന്റ് നമുക്ക് കാണാൻ കഴിയും. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്നു പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ.
അവൻ വന്ന ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ഉണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. സ്തോത്രം. അപ്പോൾ ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരികയാണ്. അപ്പോൾ നമ്മൾ നോക്കണം, ഈ ടൈം എലിമെന്റ് ഡിസ്പെൻസേഷണൽ ചേഞ്ച്. യുഗങ്ങളിൽ, ഓരോ യുഗങ്ങളിലും ദൈവം മനുഷ്യരോട് ഇടപെട്ട് ഇരുന്ന ആ ഒരു രീതി വ്യത്യസ്തമാണ്, അല്ലേ? ആ ഒരു ചേഞ്ച്, ദൈവത്തിന് മാറ്റം വരുന്നില്ല. പക്ഷേ ദൈവം എങ്ങനെ മനുഷ്യരോട് ഇടപെടുന്നു, നീതീകരണത്തെ സംബന്ധിച്ച്, രക്ഷയെ സംബന്ധിച്ച് എങ്ങനെ ഇടപെടുന്നു, ആ ഇടപെടലിനാണ് മാറ്റം വന്നിരിക്കുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് വേർതിരിച്ച്, അതായത് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട് വേർതിരിച്ച് തന്നിൽ മറഞ്ഞിരുന്ന, കർത്താവിൽ ആദ്യം മുതലേ മറഞ്ഞിരുന്ന ആ മർമ്മത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. കൃപയുടെ സുവിശേഷത്താൽ ഈ ചേഞ്ച് വന്നിരിക്കുന്നു. ആ ഒരു ജെൻറ്റൈൽ, ജൂ, യഹൂദർ, അന്യജാതിക്കാർ എന്നുള്ള ആ ഒരു വ്യത്യാസത്തിൻ്റെ ആ നടുച്ചുവർ നീക്കി രണ്ട് പക്ഷത്തെയും ഒന്നാക്കി ഒരു പുതിയ മനുഷ്യൻ, അതാണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ ക്രിസ്തുയേശുവിൻ്റെ ശരീരത്തിലുള്ള ഈ വ്യത്യാസമില്ല, യഹൂദർന്നോ അന്യജാതികളെന്നോ ഉള്ളൊരു വ്യത്യാസമില്ല. അപ്പോൾ ടൈം എലിമെന്റ് എന്തുവാ? നൗ, ഇപ്പോഴോ എന്ന് പറയുമ്പോൾ അത് ഈ കൃപായുഗത്തെ ആണ് കാണിക്കുന്നത്. ഈ കൃപായുഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധാത്മാവിനാലാണ്, ഒരു ആത്മീക ഗ്രഹമായിട്ടാണ് പണിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മുൻപോട്ട് ചിന്തിക്കാം. അപ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും പറയും, ആൾക്കാർ ചിന്തിക്കാറുണ്ട്, പത്രോസ് അപ്പോസ്തലനല്ലേ ആദ്യം അന്യജാതിക്കാരുടെ അരികിൽ ചെന്നത്. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് പത്രോസ് അപ്പോസ്തലൻ ആദ്യം പറയുന്നത് എന്താണ്? ഫോർ യു നോ ദാറ്റ് ഇറ്റ് ഈസ് അൺലോഫുൾ ഫോർ എ ജൂ ടു ഹാവ് കമ്പനി വിത്ത് എ ജെൻറ്റൈൽ. അതായത് നീ അറിയുന്നല്ലോ, കൊർന്നല്യോസിനോട് പറയും, നീ അറിയുന്നല്ലോ, യഹൂദനായിരിക്കെ ഞാൻ ഒരു അന്യജാതിക്കാരനുമായിട്ടൊരു ബന്ധം പുലർത്തുന്നത് നിയമവിരുദ്ധം. ഏത് നിയമത്തിന് വിരുദ്ധമാ? മോശയുടെ ന്യായപ്രമാണത്തിന് വിരുദ്ധമാ. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുവാണ്? ഏത് സുവിശേഷമാണ് അവിടെ പ്രസംഗിച്ചത്? കൃപയുടെ സുവിശേഷമാണോ? അല്ല. ഏതാ? ഈ മഹോപദ്രവകാലത്ത് രക്ഷയുടെ അന്യജാതിക്കാർക്ക് രക്ഷയുടെ സുവിശേഷമാണ് പറഞ്ഞത്. ഏതാ? ലോകമെങ്ങും ദൈവത്തെ ഭയപ്പെട്ട് നീതി നന്മയും പ്രവർത്തിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്നുള്ളൊരു സുവിശേഷം. അതാണോ കൃപയുടെ സുവിശേഷം? അല്ല. അതിനകത്തെങ്ങും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമോ അടക്കമോ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പരാമർശിക്കുന്നില്ല ആ ഒരു ഭാഗങ്ങളിൽ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ പത്രോസാണ് ആദ്യം പോയത്, ശരിയാ. പക്ഷേ വ്യത്യസ്തമായൊരു പദ്ധതി, വ്യത്യസ്തമായൊരു സുവിശേഷം. അപ്പോഴും ആ വേർപാടിൻ്റെ നടുച്ചുവർ അപ്പോഴും എന്തുണ്ട്? നിലനിൽക്കുക. പറയുന്നു, എന്താ? നീ അറിയുന്നല്ലോ, ഒരു യഹൂദനായിരിക്കെ ഞാൻ നിങ്ങളോട്, അന്യജാതികളോട് ബന്ധം പുലർത്തുന്നത് അത് നിയമവിരുദ്ധം. അപ്പോൾ നമ്മൾ കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 24 തൊട്ട് 26 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു.
നിങ്ങൾക്കു വേണ്ടി ദൈവം എനിക്ക് നൽകിയിരുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വേർ ഓഫ് ഐ ആം മെയ്ഡ് എ മിനിസ്റ്റർ. പൗലോസ് അപ്പോസ്തലനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ത് ചെയ്തിരിക്കുക? ഈ കൃപായുഗത്തിന്റെ സുവിശേഷം നൽകി ഈ കൃപായുഗത്തിന്റെ ഒരു ശുശ്രൂഷകനാക്കി മാറ്റി. വേർ ഓഫ് ഐ ആം മെയ്ഡ് എ മിനിസ്റ്റർ എന്നാ. മറ്റ് അനേകം മിനിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ പൗലോസ് ആണ് മെയിൻ അപ്പോസ്തലൻ. ആദ്യം പൗലോസിനാണ് ഈ വെളിപ്പാട്, മർമ്മത്തിന്റെ വെളിപ്പാട് ലഭിച്ചത്. പൗലോസിൽ കൂടി മറ്റ് അനേകർ ഈ കൃപായുടെ ഈ മർമ്മത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കാനിടയായി. എ മിനിസ്റ്റർ അക്കോർഡിംഗ് ടു ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗോഡ്. ഈ യുഗം ആരുടേതാണ്? പൗലോസിന്റെ യുഗമാണോ? പൗലോസ് ആരംഭിച്ചതാണോ? അല്ല. ആരുടെ യുഗമാ? ദൈവത്തിൻ്റെ ഈ യുഗം. ദൈവമാണ് ഇത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇത്. ദൈവം പൗലോസിന് ഏൽപ്പിച്ചു. പൗലോസ് അന്യജാതികൾക്കായി, നമ്മൾക്കായി അത് നൽകി. പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനങ്ങൾ കൂടി ചേർന്നാണ് തിരുവചനം പൂർത്തിയാകുന്നത്. ടു ഫുൾഫിൽ ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. ദ ടൈം എലിമെന്റ് നൗ ഈസ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. ഈ കൃപായുഗത്തിലെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, there is no condemnation to them which are in Christ. ഇത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു therefore, അതുകൊണ്ട്. ഏതുകൊണ്ട്? ഒന്ന്, നമുക്കിപ്പോൾ വിശ്വാസത്താൽ എന്തുണ്ട്? ദൈവത്തോട് സമാധാനവുമുണ്ട്, നിരപ്പുണ്ട്. ആ ശത്രുത നീങ്ങി. ദൈവത്തിന് നമ്മളോടുണ്ടായിരുന്ന ശത്രുത നീങ്ങി. നമുക്ക് എല്ലാവർക്കും ജാതി മത ഭേദമന്യേ വിശ്വാസത്താൽ ദൈവത്തിനോട് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കും എന്നുള്ളതിൻ്റെ പ്രത്യാശയുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ നാം കഷ്ടം സഹിക്കുന്നത് ഏതോ പാപത്തിൻ്റെ ശിക്ഷയല്ല, ഏതോ പാരമ്പര്യ ശാപമോ ബന്ധനത്തിൻ്റെ കാരണമല്ല. മറിച്ച് ഇപ്പോൾ നാം കഷ്ടം സഹിക്കുന്നത് നാം സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്. ഇല്ലേ? ഈ ജഡത്തിൽ കഷ്ടം സഹിക്കുന്നത് എന്നതിനാണ്? നാം സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണെന്നുള്ളതിൻ്റെ അറിവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് എന്തുണ്ട്? വരുവാനുള്ള ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് വിടുതലുണ്ട്, അതിൻ്റെ ഉറപ്പുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക്, ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നമ്മൾക്ക് പ്രായശ്ചിത്തം ലഭിച്ചിരിക്കുകയാണ്. അറ്റോൺമെൻറ്റ്. കർത്താവ് നമുക്കൊരു അറ്റോൺമെൻറ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊലോസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 21 തൊട്ട് 22 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പോൾ ഈ വാക്യങ്ങളിലൊക്കെ ആ ടൈം എലിമെന്റ് നമ്മൾ മുമ്പേ, ഇപ്പോൾ എന്നുള്ള ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ നോക്കണേ, ഈ വാക്യത്തിൻ്റെ എന്തുകൊണ്ടാണ് കണ്ടംനേഷൻ ഇല്ലാത്തത്? കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നീതീകരിച്ച് 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന 2 പദങ്ങൾ നോക്കണം. ഇംഗ്ലീഷ് KJV-യിൽ. ഒന്ന് അൺബ്ലെയിമബിൾ, 2 അൺറിപ്രൂവബിൾ ഇൻ ഹിസ് സൈറ്റ്. അതായത് ഉദാഹരണത്തിന്, ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ കർത്താവ് എന്നോട് പറയുക, സാമേ നീ 99 നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഒരു കാര്യത്തിൽ ഇച്ചിരി തെറ്റ് പറ്റി എന്നുപോലും പറയാനിടയില്ല. അത്ര രീതിയിൽ, അത്ര പെർഫെക്റ്റാക്കി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഓരോ വിശ്വാസികളെയും മാറ്റി തീർത്തിരിക്കുകയാണ്. ഒരു
കാര്യത്തിൽ പോലും റിപ്രൂവബിൾ, അതായത് കറക്ഷൻ ചെയ്യാൻ ഇടയില്ല. അതുപോലെ, കാരണം ആരുടെ നീതിയാ ദൈവം നമുക്ക് നൽകിയത്? ദൈവത്തിൻ്റെ നീതിയാ, അല്ലേ? ക്രിസ്തു നമുക്ക് പകരക്കാരനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദർ ഈസ് നോ കണ്ടംനേഷൻ എന്ന് പറയുന്നത്. ഈ അൺറിപ്രൂവബിൾ എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം ജസ്റ്റ് അതിൻ്റെ മലയാളത്തിലോട്ട് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഈ മെറിയംസ് വെബ്സ്റ്റർ ഡിക്ഷണറി പ്രകാരമുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾക്കാം. തെറ്റില്ലാത്തത് എന്നത് ഒരു വിശേഷണമാണ്. അതിനർത്ഥം കുറ്റമറ്റത്, കുറ്റപ്പെടുത്താനാവാത്തത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ അർഹതയില്ലാത്തത് എന്നാണ്. തെറ്റില്ലാത്തതും ന്യായമായി വിമർശിക്കാനോ തെറ്റ് ചെയ്തതിന് ആരോപിക്കാനോ കഴിയാത്തതുമായ ഒരാളെയോ മറ്റെന്തെങ്കിലുമോ ഇത് വിവരിക്കുന്നു. ഇപ്പൊ ന്യായമായിട്ട് ഒന്ന് വിമർശിക്കാൻ പോലും ഇടയില്ലാത്ത രീതിയിൽ നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് there is therefore now no condemnation. ഇപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്മളത് മനസ്സിലാക്കേണ്ടിയ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം നമ്മൾക്ക് വായിക്കുമ്പോൾ അവിടെ കർത്തൃമേശയെ സംബന്ധിച്ച് വരുമ്പോൾ അവിടെ എന്തുണ്ട്? പലര് ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിടത്ത് ഡോക്ട്രിനൽ ഡിഫറെൻറ്റ് കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല. അപ്പോൾ നോക്കണേ, റോമർക്കെഴുതിയ ലേഖനത്തിൽ അടിസ്ഥാനപരമായ ബോഡി ഓഫ് ക്രൈസ്റ്റിനുള്ള ഉപദേശത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? ഒരു കറക്ഷന് പോലും ഇടയാകാതെ നമ്മളെ ജസ്റ്റിഫൈ, നീതീകരിച്ചിരിക്കുമ്പോൾ ഒരിടത്ത് കണ്ടംനേഷൻ, യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുമ്പോൾ മറ്റിടത്ത് ശിക്ഷാവിധി ഉണ്ടെന്ന് പറയുന്നത് എന്തായി? അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. പണ്ടൊരു പാസ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ വിശ്വാസികളൊക്കെ അയ്യോ അതെന്താ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഒരാൾ അവരുടെ ഇടയിൽ പറയുകയുണ്ടായി, ഇനിയും അടുത്ത ഞായറാഴ്ച കർത്തൃമേശയുടെ പങ്കെടുത്ത് രക്ഷ നഷ്ടപ്പെടുന്നതിന് മുൻപേ ദൈവം അങ്ങ് നേരത്തെ എടുത്തതാണെന്ന്. അങ്ങനെയാണോ പ്രിയമുള്ളവരെ? മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞവയൊക്കെ ഞങ്ങളിങ്ങനെ കേൾക്കുകയുണ്ടായി. ഒരു ദേവദാസൻ ഒരു അഭിപ്രായം പറയുന്നത്, വിശ്വാസികൾ രോഗക്കിടക്കയിൽ കിടന്ന് നരകിച്ച് കഷ്ടപ്പെട്ട് വേദന സഹിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിലെ ഓരോ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നത്. അങ്ങനെയാണോ പ്രിയമുള്ളവരെ? നാം വിശ്വസിക്കുന്ന മാത്രമേ, നമ്മുടെ കൺഫെഷൻ്റെ അടിസ്ഥാനത്തിലാണോ ഓരോ പാപങ്ങളും നമ്മൾ ഏറ്റുപറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ നീതീകരണവും നമ്മുടെ വിശുദ്ധീകരണവും? അല്ല, വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ ആണ് നാം കർത്താവിനെ നേടിയെങ്കിൽ നമ്മുടെ നടപ്പും എങ്ങനെ ആയിരിക്കണം? വിശ്വാസത്താൽ തന്നെ ആയിരിക്കണം, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഡോക്ട്രിനലി നമ്മൾ കറക്റ്റ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ therefore എന്ന തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ 8-ന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതുമ്പോൾ അത് 7-ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം കൂടെ നമ്മൾ മനസ്സിലെടുക്കണം. എന്താണ് 7-ാമത്തെ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം? നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 7:1-6 മുതൽ. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ
മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ നോക്കണം, ദെയർ ഫോർ എന്ന് ചോദിക്കുമ്പോൾ വേർ ഫോർ എന്നുള്ള വാക്ക് നമ്മൾ ചോദിക്കണം. അതിൻ്റെ 4-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ ആരംഭിക്കുന്നത് വേർ ഫോർ മൈ ബ്രദറൻ എന്നാണ്. നാം വിശ്വാസത്തിൽ ഊടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും നാം ഏകീഭവിക്കുകയാണ്. അങ്ങനെ ഏകീഭവിച്ച് എങ്ങനെ ഭാര്യ ഭർത്താവ് ഭാര്യയുടെ മരണത്താൽ ഭർത്താവുമായിട്ട് ഉള്ള ആ ഒരു ബന്ധനത്തിൽ നിന്ന്, ന്യായപ്രമാണം എന്ന ഭർത്താവിൽ നിന്ന് മോചിതനായി, അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നത് ദാറ്റ് യീ ഷുഡ് ബി മാരിഡ് ടു അനദർ ഈവൻ ടു ഹിം ഹൂ ഈസ് റേസ്ഡ് ഫ്രം ദ ഡെഡ്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനോട് വിവാഹം കഴിപ്പാൻ വേണ്ടി നമ്മളെ എന്ത് ചെയ്തിരിക്കുക? ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുകയാണെന്ന് അല്ലേ? അപ്പോൾ അതാരാ? കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വെൻ വി വേർ ഇൻ ദ ഫ്ലഷ്, നാം ജഡത്തിൽ ആയിരുന്നപ്പോൾ. അപ്പോൾ ഇവിടെ ജഡം എന്തുവാ? ജഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? നമ്മുടെ ഈ രക്തവും മാംസമാണോ? ഇത് പൗലോസ് എഴുതുന്നതും ഈ രക്തവും മാംസത്തിൽ ഇരുന്നില്ലേ എഴുതുന്നത്? അപ്പോൾ ജഡം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു റിലീജിയസ് സിസ്റ്റം, കർമ്മങ്ങളിൽ കൂടി പ്രവൃത്തികളെ അടിസ്ഥാനപ്പെട്ട് നീതീകരിക്കപ്പെടുന്ന ഒരു റിലീജിയസ് സിസ്റ്റത്തെയാണ് ഇവിടെ ജഡം എന്ന് കാണിക്കുന്നത്. മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയും രാജ്യത്തിൻ്റെ പദ്ധതിയും ന്യായപ്രമാണവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും, ജഡം എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ, അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ച ആ സ്ത്രീ ക്രിസ്തുവിനോട് ചേർന്നിരിക്കെ ഇനിയും പഴയ ഭർത്താവായ ന്യായപ്രമാണത്തിൻ്റെ പിറകെ പോകുന്നത് ആത്മീക വ്യഭിചാരമായിട്ടാണ് കണക്കിടുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ജഡ സ്വഭാവമുള്ളവരല്ല എന്ന് നമ്മൾ പറയുമ്പോൾ, ന്യായപ്രമാണത്തെ കൂടെ പ്രസാദിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ല ആ വ്യക്തി. ഇപ്പോൾ ആ ബിലീവറിൻ്റെ ഏക ലക്ഷ്യം എന്തുവാ? എങ്ങനെയും കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. നമുക്ക് 2 കൊരിന്ത്യർ 5:14-17 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അത് അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇവിടെയും 16-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ്? വേർ ഫോർ. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു, അതിനാൽ എല്ലാവരും മരിച്ചു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇനിയും വിശ്വാസികൾ ഉയർത്തെഴുന്നേറ്റ വിശ്വാസികൾ, അതായത് നാം കർത്താവിനോടുകൂടി ആത്മീകമായി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനല്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി ജീവിക്കണം. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയും, നാം ജഡത്തിൽ ക്രിസ്തുവിനെ ഒരിക്കൽ അറിഞ്ഞിരുന്നു, എന്നാൽ ഇനിമേലും അങ്ങനെ കർത്താവിനെ അറിയുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്യമാണ്. അപ്പോൾ ജഡത്തിൽ ക്രിസ്തു എന്ന് പറയുമ്പോൾ, ക്രിസ്തു ജഡത്തിൽ പരിച്ഛേദനക്കാരുടെ ശുശ്രൂഷകനായിരുന്നു.
അതുപോലല്ല ഇന്ന് കൃപായുഗത്തിൽ നാം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത്. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഏത് വിധമാണ് നാം മനസ്സിലാക്കേണ്ടതെന്ന് റോമർക്കെഴുതിയ ലേഖനം 16:25 പറയുന്നു. നമുക്കൊന്ന് വായിക്കാം, 24 മുതൽ 26 വരെയുള്ള വാക്യം. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അപ്പോൾ ഈ കൃപായുഗത്തിൽ എങ്ങനെയാണ് നാം യഥാസ്ഥാനപ്പെടുന്നത്? ഒന്ന്, കർത്താവായ യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്ത കൃപയുടെ സുവിശേഷത്താൽ, അതാണ് എൻ്റെ സുവിശേഷ പ്രകാരം എന്ന് പറയുന്നത്. രണ്ട്, യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്? പ്രവചന പദ്ധതിയാലാണോ? അല്ല, അതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പൗലോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത മർമ്മത്തിൻ്റെ അനുസരിച്ചുള്ള പ്രസംഗത്താലാണ് ഇന്ന് നാം എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിൽ, ദൈവത്തിൽ ഉറപ്പ് പ്രാപിക്കുന്നത്, യഥാസ്ഥാനപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ ജഡപ്രകാരം നാം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ പദ്ധതി പ്രകാരം നാം കർത്താവിനെ അറിയുന്നില്ല, മറിച്ച് കൃപയുടെ യുഗ അനുസരിച്ച്, ഈ കൃപായുഗത്തിന് വേണ്ടി വെളിപ്പെടുത്തി തന്നിരിക്കുന്ന മർമ്മമനുസരിച്ചാണ് നാം കർത്താവിനെ അറിയുന്നത് എന്ന് പറയാം. അപ്പോൾ ജഡത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ, ന്യായപ്രമാണത്തിൻ്റെ സുവിശേഷത്തിൽ ആയിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ജഡപ്രകാരം നടക്കുന്നവർക്ക് എന്തുണ്ട്? ശിക്ഷാവധിയുണ്ട്. എന്നാൽ ആത്മാവിലാണെങ്കിൽ എന്തില്ല? ശിക്ഷാവധിയില്ല. ആത്മാവിൻ്റെ ശുശ്രൂഷ എന്തുവാ? കർത്താവായ യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലനിൽ കൂടി ആരംഭിച്ച മിനിസ്ട്രിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് കേൾക്കാം. ദ ബിലീവർ ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ദ ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. Thus the believer is released from the bondage of the law and is now in Christ. ഇപ്പോൾ നാം എന്താണ്? ക്രിസ്തുവേശുവിലാണ്, ഇല്ലേ? അതിൻ്റെ രണ്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ, അതായത് ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ ക്രിസ്തുവേശുവിലേക്ക് വന്നിരിക്കുകയാണ്. Now the believer who is joined to Christ is no longer walking to please the previous husband, Mr. Law, but he walks to please Jesus Christ. എങ്ങനെയാണ് ഇന്ന് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നത്? ഇന്ന് കർത്താവായ യേശുക്രിസ്തു എന്താണ് ചെയ്യുന്നത്? ഇന്നത്തെ ഈ യുഗത്തിൽ എന്താണ് ഡോക്ട്രിൻസ് നമുക്ക് നൽകിയിരിക്കുന്നത്? അത് പ്രകാരം നാം മുൻപോട്ട് പോകുമ്പോഴാണ് നാം കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത്. അത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം, രാജ്യത്തിൻ്റെ പദ്ധതി, അതായത് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം, ആ ഒരു പദ്ധതിയും ന്യായപ്രമാണവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. നമുക്ക് മത്തായി സുവിശേഷം 28 അതിൻ്റെ 18ഉം 19ഉം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്തുവാണ്? നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്താണ്? സ്നാനങ്ങൾ, ആ ചട്ടങ്ങളൊക്കെ കൊടുത്തിട്ട് പറയുക, ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ദ കമാൻഡ്മെന്റ്സ്, ന്യായപ്രമാണങ്ങളുണ്ട്. റൈറ്റ്? അപ്പോസ്തലപ്രവൃത്തി 21, 20-21 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി
പിന്നെ അവനോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാർ ആകുന്നു. അവരെല്ലാവരും നോക്കണേ, കൃപ ഈ രാജ്യത്തിൻ്റെ പദ്ധതിയാണ്. ഏ, പെന്തക്കോസ് നാൾ കഴിഞ്ഞു. ഏ, വ- ആ രാജ്യത്തിൻ്റെ പദ്ധതി 12 അപ്പോസ്തലന്മാർ പലയിടങ്ങളിൽ ഏ, അവർ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുന്നു. യഹൂദരുടെ അടുക്കൽ തന്നെയാണ് പോകുന്നത്. ഏ, എന്നിട്ട് അന്യജാതികളിൽ നിന്ന് ഈ പ്രോസലൈറ്റ്സ്, കൺവേർട്ടായി യഹൂദരായവരുണ്ട്, പ്രോസലൈറ്റ്സ് എന്ന് പറയപ്പെടുന്നവർ ഉണ്ട്. എന്നാൽ അവരുടെ സവിശേഷത എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവരെല്ലാവരും ന്യായപ്രമാണത്തിന് താല്പര്യന്മാരാണ്. അതേസമയം പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത് എന്താണ്? ക്രിസ്തുവിൻ്റെ പര്യാപ്തതയെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 37 തൊട്ട് 39 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. Praise the Lord. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആദ്യത്തെ പ്രസംഗത്തിൽ ജലസ്നാനവും ആ ഒരു ചട്ടമല്ല പ്രസംഗിക്കുന്നത്. എന്താണ് പറയുന്നത്? വിശ്വാസത്താൽ, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ കഴിയാഞ്ഞ എല്ലാ വിഷയത്തിലും ഈ വിശ്വാസിക്ക് നീതീകരിക്കപ്പെടുകയാണ്. ആ നീതീകരണം ലഭിക്കപ്പെടുകയാണ്. നോക്കണേ, അതേ കാര്യമാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ വാക്യം. നമുക്ക് അതിൻ്റെ 3-ഉം 4-ഉം നമുക്കൊന്ന് വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ച ആ കൃപയുടെ സുവിശേഷത്താൽ നടക്കുന്നതാണ് ആത്മാവിൻ്റെ നടപ്പ്. അങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോസ്തല പ്രവൃത്തി 13-39 പറഞ്ഞ അതേ കാര്യമാണ് റോമർക്കെഴുതിയ ലേഖനം 8-4 പറഞ്ഞത്. ന്യായപ്രമാണം സംബന്ധിച്ച് പൂർണ്ണമായുള്ള നീതി ലഭിക്കപ്പെടുകയാണ്. അപ്പോഴക്കാര്യം മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിൽ നടക്കുക, ജഡത്തിൽ നടക്കുക എന്നുള്ളത്. ഇനി നമുക്ക് അല്പം കൂടെ ഒന്ന് ചിന്തിക്കാം. പൗലോസ് അപ്പോസ്തലൻ ജഡത്തെ എങ്ങനെയാണ് വിവരിച്ചത്? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 2 തൊട്ട് 9 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, ജഡത്തിൽ നമുക്ക് ആശ്രയം ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തുവാ? ജഡപ്രകാരം നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല. ജഡം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയും 12 അപ്പോസ്തലന്മാരുടെ വിശ്വാസവും ന്യായപ്രമാണവും ചേർന്ന് പോകുന്ന ശുശ്രൂഷ പ്രകാരം നമുക്ക് നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നിട്ട് ജഡത്തെ ഡിഫൈൻ ചെയ്യുന്ന എന്തുവാണ്? തൻ്റെ പാരമ്പര്യം, ഇസ്രായേലിയൻ,
ബെന്യാമിൻ ഗോത്രക്കാരൻ തനിക്ക് പുകഴുവാൻ കഴിയുന്നതൊക്കെയും എടുത്ത് പറയുകയാണ്. ഏതാ? ആ റിലീജിയസ് സിസ്റ്റം, താൻ ചെയ്ത കാര്യം, തൻ്റെ പ്രവർത്തികളെ, തൻ്റെ ആ റിലീജിയസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ പറയുകയാണ്. അതിനെയാണ് ജഡപ്രകാരം ജഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ച ശുശ്രൂഷ പ്രകാരം നടക്കുന്നതാണ്. കഴിഞ്ഞ സൺഡേയിലെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, 2 കൊരിന്ത്യർ 3-ാം അധ്യായം 7 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ, ആ ഭാഗങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ നമുക്കെന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? 12 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയും ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയുടെ സവിശേഷതകൾ എന്താണ്? ഒന്ന്, മഷി കൊണ്ട് എഴുതപ്പെട്ടതാണ്, കല്ലിന്മേൽ കൊത്തപ്പെട്ടതാണ്. മിനിസ്ട്രി ഓഫ് ലെറ്റർ, അതായത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരം കൊല്ലുന്നു, എന്നാൽ ആത്മാവോ ജീവിപ്പിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെയും 12 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ചിത്രീകരിച്ചത്? ദ മിനിസ്ട്രേഷൻ ഓഫ് ഡെത്ത്, മരണ ശുശ്രൂഷ. എന്നാൽ പൗലോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷ പൗലോസ് എങ്ങനെയാണ് പറഞ്ഞത്? ആത്മാവിൻ്റെ ശുശ്രൂഷ. ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാർ നമ്മളെ ആക്കി. ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ എങ്ങനെയാണ് പറഞ്ഞത്? ദ മിനിസ്ട്രേഷൻ ഓഫ് കണ്ടംനേഷൻ, ശിക്ഷാവധിയുടെ ശുശ്രൂഷ. അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇനിയും ശിക്ഷാവധി ഇല്ല എന്ന് പറഞ്ഞത്? കാരണം കർത്താവായ യേശു ക്രിസ്തു പൗലോസിനെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ശിക്ഷാവധി അല്ല നമുക്ക് ലഭിക്കുന്നത്, മറിച്ച് നീതിയുടെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് റൈച്ചസ്നെസ്. പൗലോസ് അപ്പോസ്തലൻ രാജ്യത്തിൻ്റെ സുവിശേഷവും ന്യായപ്രമാണത്തിൻ്റെ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞത് അതെന്തുവാണ്? നീക്കം വരുവാൻ ഇരിക്കുന്നതിന് തേജസ് ഉള്ളതാണെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, ഇപ്പോഴും 12 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ ഇരിക്കുന്നവർ, ഈ കൃപായുഗത്തിൽ മുൻ യുഗങ്ങളിലെ ശുശ്രൂഷയിൽ കീഴിൽ ആയവരുടെ ആത്മീക അന്ധത ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല. അവരിപ്പോഴും ബന്ധനത്തിലാണെന്നാണ് പറയുന്നത്. അവരുടെ മൂടുപടം ഇതുവരെയും നീങ്ങിയിട്ടില്ല. എന്നാൽ ആ മൂടുപടം നീങ്ങുന്നത് എപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനിൽ കൂടി ആരംഭിച്ച ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോഴാണ്, കൃപയുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ മൂടുപടം നീങ്ങുന്നതും ആ വ്യക്തി കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ഫ്രം ഗ്രേസ് ടു ഗ്രേസ്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ രൂപത്തിലേക്ക് അനുരൂപരായി മാറുന്നത്. ആ കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ സുവിശേഷവും ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ജഡത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നതിൻ്റെ കാരണമുണ്ട്. രാജ്യത്തിൻ്റെ സുവിശേഷക്കാർ, ഓരോ വിശ്വാസിയും അവരുടെ വിശ്വാസം അവരുടെ ജഡത്തിലുള്ള പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കൊടുക്കണം. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രവൃത്തി കൂടാതെ ഉള്ള വിശ്വാസം നിർജീവമത്രേ. യാക്കോബ് അപ്പോസ്തലൻ ചിതറിക്കിടക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ് എഴുതുന്നത്. അവരോട് പറയുന്നത് എന്താണ്? അബ്രഹാം വിശ്വാസത്താൽ മാത്രമല്ല പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്, ഇല്ലേ? അസേം പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ്? ഘടകവിരുദ്ധമായിട്ട് റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? അബ്രഹാം വിശ്വാസത്താൽ, പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ അത് തന്നെയല്ല, മത്തായി സുവിശേഷം 25-ാം അധ്യായം 14 തൊട്ട് 30 വരെ മറ്റ് അതുപോലെ അനേക ഉപമങ്ങളിൽ, അതായത് താലന്തിൻ്റെ ഉപമങ്ങൾ, ആ ഓരോ സേവകന്മാർക്കും അവരുടെ പ്രവൃത്തി അനുസരിച്ച് ഈ ഭൂമിയിൽ അവർക്ക് കൂലി ലഭിക്കുകയാണ്. എന്നാൽ കൃപായുഗത്തിൽ അങ്ങനാണോ? നമുക്ക് 2 തീമോത്തിയർ 1-ന്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം.
അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിഷൻ ചെയ്യാം. ഈ ഉം, പഴയ നിയമ വിശുദ്ധന്മാർക്കും ഈ രാജ്യത്തിൻ്റെ, അതായത് ഭൂമിയിൽ ദൈവരാജ്യം ആ പദ്ധതിയിൽ ഉള്ളവരുടെ വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിലാണ്, അല്ലേ? അവരുടെ യുദ്ധം ഈ ഭൂമിയിലാണ്. ചുറ്റുമുള്ള ശത്രുക്കളുടെ ഭയത്തിൽ നിന്ന് കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഭയമന്യേ നിന്റെ ആലയത്തിൽ രാപ്പകൽ ശുശ്രൂഷിക്കേണ്ടത് തന്നെ എന്ന് സക്കറിയ പ്രവാചകൻ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 69 തൊട്ട് താഴോട്ട് പറയുകയാണ്. അവരുടെ യുദ്ധം ഈ ഭൂമിയിലാണ്, അവരുടെ വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിലാണ്, അവരുടെ പ്രതിഫലം ഈ ഭൂമിയിലാണ്. അവർക്കെന്തുണ്ട്? അനേക റിച്വൽസ് ഉണ്ട്, റിലീജിയസ്, അനേക സ്നാനങ്ങളും കമ്മ്യൂണിയൻസും സാക്രിഫൈസസും, 1000 ആണ്ട് വാഴ്ചയെപ്പോലും എന്തുണ്ട്? യാഗങ്ങളുണ്ട്. അത് മുഖാന്തരമാണ് അവർക്ക് ദൈവത്തിനോടുള്ള പ്രവേശനം. അവരുടെ നിത്യ പാർപ്പിടം എവിടാണ്? ഈ ഭൂമിയിലാണ്. കർത്താവായ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിങ്കിലേക്ക് പോകുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്തുണ്ട്? അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ അത് ഒരുക്കിയേച്ച് വരാം, ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളാം. ഇത് ഈ പുതിയ യെരുശലേമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ പുതിയ യെരുശലേം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. 12 അപ്പോസ്തലന്മാർ 12 സിംഹാസനങ്ങളിൽ നിന്ന് ഈ ഭൂമിയിൽ വാഴുമ്പോൾ ഈ ഭൂമിയിലുള്ള ജനതകളെയാണ് അവരെന്ത് ചെയ്യുന്നത്? വിധിക്കുന്നത്. അവിടെ ആഹാരം, അപ്പവും വീഞ്ഞും ഒക്കെ അവിടെ ഉണ്ട്. അതേസമയം പൗലോസ് അപ്പോസ്തലൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ എന്താണ്? സകലതും ആത്മീകമാണ്. വാഗ്ദത്തങ്ങൾ എവിടാണ്? സ്വർഗസ്ഥലങ്ങളിലാണ്. നമ്മുടെ യുദ്ധം എവിടാണ്? സ്വർഗസ്ഥലങ്ങളിലുള്ള ദുഷ്ടാത്മ സേനകളോടാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ എങ്ങനത്തതാണ്? സ്വർഗസ്ഥലങ്ങളിലുള്ള ആത്മീക അനുഗ്രഹങ്ങളാണ്. നമുക്ക് ദൈവത്തിനോടുള്ള പ്രവേശനവും നീതീകരണവും ശുദ്ധീകരണവും രക്ഷയും ലഭിച്ചത് എങ്ങനെയാണ്? വിശ്വാസത്തിൽ കൂടി മാത്രമാണ്. നമ്മുടെ നിത്യ പാർപ്പിടം എവിടെയാണ്? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ ഈ ശരീരമാകുന്ന ഈ കൂടാരം ഒഴിഞ്ഞു പോയാൽ നമുക്ക് കൈപ്പണിയല്ലാത്ത നിത്യ പാർപ്പിടം എവിടുണ്ട്? സ്വർഗത്തിലാണ് നമ്മുടെ നിത്യ പാർപ്പിടം, ഭൂമിയിലല്ല, അല്ലേ? അതേസമയം അപ്പോസ്തലന്മാർ ഭൂമിയിലുള്ള മനുഷ്യരെ വിധിക്കുമ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളോട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ എന്താണ് പറഞ്ഞത്? അറിയുന്നില്ലയോ, നാം ദൂതന്മാരെ വിധിക്കേണ്ടവരാണ്. മറ്റവരുടെ അപ്പങ്ങൾ ഞുറുക്കുമ്പോൾ നാം എന്താണ് ഞുറുക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ വചനം ആത്മാവാകുന്നു, നിങ്ങൾക്ക് ജീവൻ, നിത്യജീവൻ നൽകുവാൻ കഴിയുന്ന ആത്മാവാണ്. ദൈവവചനത്തെ നാം റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മ അതാണ്. അപ്പം ഈ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. നമുക്കുള്ളതെല്ലാം ആത്മീകമാണ്, നമുക്കുള്ളതെല്ലാം മേളിലാണ്. പ്രിയമുള്ളവരെ, റോമർക്കെഴുതിയ ലേഖനം 8:1 മുതൽ 9 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ.
ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. കിങ് ജെയിംസിൽ ആ 9-ാമത്തെ വാക്യം എങ്ങനെയാണെന്നറിയാമോ? ബട്ട് യു ആർ നോട്ട് ഇൻ ദ ഫ്ലഷ് ബട്ട് ഇൻ ദ സ്പിരിറ്റ്. പൗലോസ് അപ്പോസ്തലൻ കൃപായുഗത്തിലെ വിശ്വാസികളോട് ഓരോരുത്തരോടും പറയുക, നിങ്ങൾ ജഡത്തിൽ അല്ല, നിങ്ങൾ ആത്മാവിലത്രേ. എത്ര ആശ്വാസം നൽകുന്നതാണ് ദൈവവചനം. നാം ശരിയായിട്ട് വിഭാജിച്ച് പഠിക്കുമ്പോൾ നമുക്കിതെല്ലാം വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു കൃപായുഗത്തിലുള്ള വിശ്വാസിയുടെ സവിശേഷത എന്താ? ഒന്ന്, മരണവും ജീവൻ്റെയും ആ ഒരു പ്രമാണത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നവരാണ്. നമ്മൾ ജഡത്തിലെ പ്രവൃത്തികളിൽ കൂടി നീതീകരിക്കപ്പെടുന്ന ആ ഒരു പദ്ധതിയിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിച്ച് വിശ്വാസത്താൽ ഉള്ള നീതീകരണം എന്ന പദ്ധതി, അതാണ് ആത്മാവിൻ്റെ പദ്ധതിയിൽ ആക്കിയിരിക്കുന്നത്. നാം അതുപ്രകാരമാണ് നമ്മൾ നടക്കുന്നത്, അല്ലേ? നാം ജഡത്തിൽ നീതീകരിക്കപ്പെടുവാനുള്ള ശ്രമത്തിലല്ല നമ്മൾ നടക്കുന്നത്. അടുത്ത 4-ാമത്തെ ഇതെന്താണ്? നമ്മളിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി പൂർണ്ണമായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 5-ാമത്തെ, അതുകൊണ്ട് നമുക്കൊരു ശിക്ഷാവിധിയില്ല. നാം കാർണൽ മൈൻഡഡ് അല്ല, ഈ ജഡത്തിൽ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നവരല്ല, മറിച്ച് പൗലോസ് അപ്പോസ്തലൻ നാം സ്പിരിച്വലി മൈൻഡഡ് ആണ്. കാരണം എന്താണ്? കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. 8-ാമത്തെ കാര്യം, ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. 2 കൊരിന്ത്യർ 4:3 തൊട്ട് 5 വരെ വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുവേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ച സുവിശേഷത്തിൻ്റെ പ്രാധാന്യത എടുത്ത് കാണിക്കുക, പറയുക, ഈ സുവിശേഷം, ഈ കൃപയുടെ ഉപദേശം, അതാണ് പറഞ്ഞത്, അവർ ഗോസ്പൽ, ഞങ്ങളുടെ സുവിശേഷം. ഈ ഞങ്ങളിനകത്ത് ആരില്ല? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളില്ല, രാജ്യത്തിൻ്റെ സുവിശേഷവുമില്ല. കാരണം രാജ്യത്തിൻ്റെ സുവിശേഷം ദൈവം എന്തിന് വെച്ചിരിക്കുന്നതാണ്? ഈ ഭൂമിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി. ഈ കൃപയുടെ സുവിശേഷം എന്തിനാണ്? സ്വർഗമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി. അപ്പോൾ ഇത് രണ്ടും 2 പദ്ധതിയാണ്. ഇത് രണ്ടും ചേർന്ന് പോകുന്നതല്ല. ചേർന്ന് പോയാൽ എന്താകും? ആകെ കൺഫ്യൂഷനാകും. ഈ ദിവസങ്ങളിൽ അനേക പ്രസംഗങ്ങൾക്ക് ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ അവർ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരാൾ പ്രാർത്ഥിച്ച്, കർത്താവേ തീയിൽ ഞങ്ങളെ കൈവിടരുതേ. പണ്ടൊരു പ്രസംഗം കേട്ടപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കാര്യം കേൾക്കുകയുണ്ടായി. അവരൊന്നും രാവിലെ എണീറ്റാൽ ഓടിച്ചെന്ന് വിളിച്ചെന്ന് നോക്കും, കർത്താവ് ആ യേശു ക്രിസ്തു ഇന്നലെ വന്നോ? അത് വിശ്വാസത്തിൻ്റെ ഓട്ടമല്ല, അത് അവിശ്വാസത്തിൻ്റെ ഓട്ടമാണ്. ഒരു വിശ്വാസിക്ക് എന്തുണ്ട്? ഉറപ്പുണ്ട്. കർത്താവ് എപ്പോൾ വന്നാൽ അവൻ എന്നെ ചേർത്തുകൊണ്ട് എന്നെ തൻ്റെ സന്നിധിയിൽ ചേർക്കും എന്നുള്ള ഉറപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഈ ഉറപ്പ് വരണമെങ്കിൽ എന്ത് വേണം? ദൈവവചനത്തെ ശരിയായിട്ട് നാം എന്ത് ചെയ്യണം? വിഭാജിച്ച് പഠിച്ചാലേ നമുക്ക് അത് നടക്കുകയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കണം, ഈ പലരും പറയും കാർണൽ മൈൻഡഡ് എന്ന് പറയുമ്പോൾ ഈ ജഡസ്വഭാവം നോക്കണേ. ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സൽസ്വഭാവികൾ ആക്കാൻ വേണ്ടി വന്ന ഒരു സദ്ഗുരു അല്ല. നമ്മുടെ പുകവലിയോ കള്ളുകുടിയോ നിർത്താൻ വേണ്ടി വന്ന ഒരു നല്ല ഗുരു അല്ല യേശു ക്രിസ്തു. മറിച്ച് പാപത്തിലും അതിക്രമത്തിലും
മരിച്ചു കിടന്ന മനുഷ്യർക്ക് ഒരു പുനരുദ്ധാനം നൽകുവാൻ വന്ന ഏക രക്ഷകനാണെന്ന് നാം മനസ്സിലാക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നും ആത്മാവിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നും ജഡപ്രകാരം നടക്കുന്നതും ആത്മാവ് പ്രകാരം നടക്കുന്നത് എന്താണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാനിടയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.